ഇന്ന് ഞാൻ അങ്ങനെ ഈ പേരിൻ്റെ ലെറ്റർ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. ആദ്യത്തെ അക്ഷരം ബി ആയതുകൊണ്ട് ഒരു ബിരിയാണി തന്നെ ഞാൻ കഴിച്ചു. അങ്ങനെ നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ആദ്യത്തെ അക്ഷരമായ ബി ഇപ്പം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത അക്ഷരം ഇനി ഐ ആണ്. ഐക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഐസ്ക്രീമാണ് കഴിക്കുന്നത്. അങ്ങനെ ഈ ഒരു കുഞ്ഞു ചോക്കോബാറിൻ്റെ ഐസ്ക്രീം കഴിച്ചിട്ട് രണ്ടാമത്തെ അക്ഷരമായ ഐയും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത അക്ഷരം വി ആണ്. വിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വടയാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഉഴുന്നുവട കഴിച്ചിട്ട് മൂന്നാമത്തെ അക്ഷരമായ വിയും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതിന് നാലാമത്തെ അക്ഷരമായ എ ആണ്. എയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ അലൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലേസാണ് കഴിക്കുന്നത്. അങ്ങനെ ഇതും കൂടെ കഴിച്ചിട്ട് നാലാമത്തെ അക്ഷരമായ എയും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയും അക്ഷരങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇനി അടുത്ത അക്ഷരം എൻ ആണ്. എന്നിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നൂഡിൽസ് കഴിച്ചിട്ട് അഞ്ചാമത്തെ അക്ഷരമായ എന്നും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഒന്നങ്ങനെ കറങ്ങി വന്നിട്ട് വീണ്ടും ഐ എന്ന അക്ഷരം തന്നെയാണ് കേട്ടോ വരുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഐസ് ക്യൂബാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഐസ് ക്യൂബും കൂടെ കഴിച്ചിട്ട് ആറാമത്തെ അക്ഷരമായ ഐയും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതിന് ഈ ചലഞ്ചിൽ അവസാനത്തെ അക്ഷരം എയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആപ്പിൾ ജ്യൂസാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ആപ്പിൾ ജ്യൂസും കൂടെ കുടിച്ചിട്ട് ഈ ചലഞ്ച് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. പിന്നീട് പതിവ് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ.